Yes, welcome back to Arcanex. യെസ് മക്കൾ എന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് എക്സാം അല്ല, അങ്ങനെ പറയരുത് എന്നാണ്. സെക്കൻഡ് ടേം എക്സാമുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ടൈം ടേബിൾ അപ്ഡേറ്റ്സും ആയിട്ടാണ്. പക്ഷേ ടൈം ടേബിൾ അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പ് പറയാണ് മുട്ടൻ പണി എന്ന് പറഞ്ഞാൽ മുട്ടൻ പണി ഒരു ദിവസം 2 എക്സാം വരുന്നുണ്ട്. അതും ഞങ്ങൾ കണക്കുകാരുടെ നെഞ്ചത്തേക്കാണ് കയറിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ മാത്തമാറ്റിക്സും ഫസ്റ്റ് ലാംഗ്വേജും കൂടി ഒരുമിച്ച് ഒരു ദിവസം 2 എക്സാം എഴുതുന്ന അവസ്ഥ മക്കൾ ആലോചിക്കുക. വ്യക്തമായ ഒരു പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക്, ഒരു ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. അന്ന് മാത്രമല്ല, വീണ്ടും ഹിന്ദിയും ബയോളജിയും ഇതുപോലെ തന്നെ വരുന്നുണ്ടോ? 18-ാം തീയതി നമുക്ക് ടൈം ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യാം. 15-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കും എക്സാം ഉണ്ട്. മൺഡേ ഫസ്റ്റ് ലാംഗ്വേജ്. ഓക്കെ, ഫസ്റ്റ് അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഫസ്റ്റ് ഡേ വരുന്ന ദിവസം തന്നെ അതേ ദിവസം തന്നെ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ മക്കൾ എത്ര ബുദ്ധിമുട്ടും എന്നുള്ള ഒരു കാര്യം തന്നെ ഉണ്ടല്ലേ. പ്രത്യേകിച്ച് 80 മാർക്കിന്റെ ഒരു പരീക്ഷ കൂടിയാണ് എന്തെന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് മാത്സ് കമ്പാരിറ്റീവ്ലി ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ നല്ല രീതിയിൽ വളരെ നല്ല മീൻസ് വെൽ പ്ലാൻഡ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പണി പാളും. യെസ്. അപ്പൊ അതേ 16-ാം തീയതിയിലേക്ക് പോകുന്ന സമയത്ത് ഫോർമൂൺ എന്ത് ചെയ്യാണ്? ഇംഗ്ലീഷ് ആണ്. 80 മാർക്കിന്റെ ഇംഗ്ലീഷ് മാത്രം. ശരിക്കും ഇംഗ്ലീഷും ഫസ്റ്റ് ലാംഗ്വേജും ഒരുമിച്ച് വന്നിരുന്നെങ്കിലും ഇത്ര കുഴപ്പമില്ല. ആ ടൈം ടേബിൾ അങ്ങനെയാണ് വന്നതെങ്കിൽ, ഫസ്റ്റ് ലാംഗ്വേജും ഇംഗ്ലീഷും കൂടി ഒരുമിച്ചാണ് വന്നതെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ മാത്തമാറ്റിക്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തു? മലയാളം വന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ പഠിക്കുന്ന കുട്ടികൾ, വർക്ക് ചെയ്യുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, കുട്ടികൾ എന്തായാലും അത് സ്കോർ ചെയ്തിരിക്കും. നമുക്ക് 17-ാം തീയതി വരുമ്പോൾ ഫസ്റ്റ് ലാംഗ്വേജിന്റെ സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. സോ അത് ഉച്ചയ്ക്ക് ശേഷമാണ്. ശ്രദ്ധിക്കണം, രാവിലെ പരീക്ഷകളിലേക്ക് പോകരുത്. ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. 18-ാം തീയതിയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും തലവേദനയുമായിട്ട് 18-ാം തീയതി ഹിന്ദിയും ബയോളജി. പക്ഷെ 40 മാർക്കിന്റെയാണ്. നമ്മൾ ഫസ്റ്റ് ഡേ നോക്കുമ്പോഴേക്കും അതിനേറ്റവും കമ്പാരിറ്റീവ്ലി എത്രയോ ബെറ്റർ ആണ്, ഫാർ ബെറ്റർ ആണ് എന്ന് പറയുന്നത് 18-ാം തീയതി വരുന്ന എക്സാം എന്ന് പറയുന്നത്. 19-ാം തീയതിയിലേക്ക് വരുന്ന സമയത്താണ് ഫിസിക്സ് ആണ്. 19-ാം തീയതി ഫ്രൈഡേ ആണ് ഫിസിക്സ് വരുന്നത്. കെമിസ്ട്രി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളെ കുഴക്കുന്ന സബ്ജക്റ്റിൽ ഒന്നായിരുന്നു കെമിസ്ട്രി. പക്ഷെ ഒരുപാട് ആശ്വാസം നൽകുന്ന വാർത്തയാണ് കെമിസ്ട്രിക്ക് തന്നിരിക്കുന്നത്. മാത്രമേ ആശ്വാസമുള്ളൂ. മാത്സുകാർക്കും ഫിസിക്സുകാർക്കും ഒന്നും ആശ്വാസമില്ല. 20-ാം തീയതിയും 21-ാം തീയതിയും കെമിസ്ട്രി പഠിക്കാനുള്ള സമയമാണ്. ആർക്കാനെക്സ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. മക്കളെ മാത്സിന് ആർക്കിനെക്സ് എന്തായാലും കൂടെ ഉണ്ടാവും. 13-നും 14-നും മാത്സിന് വടക്കൻ സാർ നിങ്ങളെ കൂടെ തന്നെയാണ്. വേറെ എവിടെയും 22-ാം തീയതി കെമിസ്ട്രിയും അതോടൊപ്പം 3-ാം തീയതി സോഷ്യൽ സയൻസ് ആണ് സാർ. 25-ാം തീയതി ക്രിസ്മസും. 25-ാം തീയതി ക്രിസ്മസ്. 24-ാം തീയതി ക്രിസ്മസ് ആഘോഷമായിരിക്കും സ്കൂളിൽ. 25-ാം തീയതി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും. യെസ്, നമ്മൾ ഇവിടെ ആഘോഷിക്കും. നിങ്ങളോട് പറയുന്നത് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ള വാശി. എക്സാം എത്രയും ടൈറ്റ് ആയിക്കോട്ടെ, എന്നെ അത് ബാധിക്കില്ല എന്ന് കരുതണം. പറവയില്ലേ എന്ന് കരുതണം. റെഡി അല്ലേ? പറവയില്ലാന്നല്ല നമ്മുടെ തമിഴ്നാട്ടുകാർ പറയുന്നത്. നോ പ്രോബ്ലം, മുഷ്കിൽ പറയുമ്പോൾ. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ബൈ.